നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ കക്കാർച്ചി തേങ്ങാക്കൊത്തിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. നമ്മുടെ കക്കാർച്ചി എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കക്കാർച്ചി ഫ്രൈ തയ്യാറാക്കാനുള്ള നമ്മുടെ ഉരുളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉരുളിയിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുകൊന്ന് നന്നായി പൊട്ടി വരണം. നമ്മുടെ കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് 100 ഗ്രാം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 100 ഗ്രാം വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ ചെറുതായി കൊത്തിയെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത് നന്നായി ഒന്ന് മൂത്ത് വരണം. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും തേങ്ങാക്കൊത്തെല്ലാം ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി 2 മീഡിയം സൈസിലുള്ള സവോള ചോപ്പ് ചെയ്തെടുത്താണ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സവോളയൊന്ന് നന്നായി വാടി വരണം. അതുവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ സവോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി സവോളയിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ പൊടികളുടെ കുത്തെല്ലാം നന്നായി മാറി കിട്ടുന്നിടം വരെ നന്നായി മിക്സാക്കി നമ്മുടെ മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഏകദേശം 2 മിനിറ്റോളം നന്നായി മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ പൊടികൾ നല്ല രീതിയിൽ മൂത്ത് വരും. ഇനി നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കക്കാർച്ചി, നമുക്കിവിടെ ചെറിയ കക്കാർച്ചിയാണ് കിട്ടിയിരിക്കുന്നത്. 1/2 കിലോ കക്കാർച്ചിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കക്കാർച്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കാം. നമ്മുടെ കക്കാർച്ചിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കക്കാർച്ചിയിൽ തന്നെ ജലാംശമുണ്ട്. അതിലിരുന്ന് നന്നായി വെന്ത് വന്നോളും. ഏകദേശം 5 മിനിറ്റോളം നമ്മുടെ കക്കാർച്ചി നന്നായി മൂടിയിരുന്ന് കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി മാറ്റി ഇളക്കി നോക്കാം. നല്ല വെള്ളമായൊക്കെ വലിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ നമ്മുടെ കക്കാർച്ചി നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല ഡ്രൈ ആയി വരണം നമ്മുടെ കക്കാർച്ചി. ഏകദേശം 3 മിനിറ്റോളം നമ്മുടെ കക്കാർച്ചി പിന്നെയും മൂടി വെച്ചത് നന്നായിരുന്നു കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നമ്മുടെ കക്കാർച്ചി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കക്കാർച്ചി നന്നായി മൊരിഞ്ഞ് കിട്ടാനായിട്ടാണ്. ഇനി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കാം. നമ്മുടെ കക്കാർച്ചിയുടെ വെള്ളമയെല്ലാം മാറിക്കിട്ടി നല്ല രീതിയിൽ ഒലന്ന് വരാനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കക്കാർച്ചി
നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വെള്ളം എല്ലാം വലിഞ്ഞ് മസാലയെല്ലാം നല്ല രീതിയിൽ നമ്മുടെ കക്കാർച്ചിയിൽ പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മുടെ കക്കാർച്ചി ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കക്കാർച്ചി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഈ റെസിപ്പി ഒന്ന് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടുന്ന വിഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ. താങ്ക് യു.